നിരക്ഷരനായ ഒരു കപ്പ്യാരുടെ കഥ പറയുകയാണ് വില്യം സോമർസെറ്റ് ദ വേർജർ എന്ന തൻ്റെ കഥയിലൂടെ. ഒരു പള്ളിയിൽ ഒരു പുതിയ അച്ഛൻ ചാർജ് എടുത്തപ്പോൾ തൻ്റെ കപ്പ്യാർക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം കപ്പ്യാർക്ക് 3 മാസത്തെ അവധി കൊടുത്തു എഴുത്തും വായനയും പഠിക്കുവാനായിട്ട്. എന്നാൽ കപ്പ്യാർ പറയുകയുണ്ടായി, എനിക്ക് എഴുത്തും വായനയും പഠിക്കാൻ സാധിക്കുകയില്ല, ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണ്, അതിനേക്കാൾ മെച്ചം എന്നയാൾ പറഞ്ഞു. തൻ്റെ ജോലി പോയ വിഷാദത്തോടുകൂടെ അയാൾ നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. അതുവഴി നടന്നപ്പോൾ അയാൾക്ക് ഒരു ചുരുട്ട് വലിക്കണമെന്ന് തോന്നി. ആ സ്ട്രീറ്റിലുടനീളം ഒരു ചുരുട്ട് കട അയാൾ നോക്കി, കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അപ്പോഴാണ് അയാളുടെ മനസ്സിലൊരു ബോധം ഉദിച്ചത്, ഒരു ചുരുട്ട് കട തുടങ്ങിയാലോ. പിന്നീട് അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ചുരുട്ട് വ്യാപാരിയായി മാറി. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനായി ചാനലുകൾ വന്നു. ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും ഈ ബിസിനസ്സിൽ വിജയിച്ച താങ്കൾക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നെങ്കിൽ താങ്കൾ ആരാകുമായിരുന്നു? ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഇപ്പോഴും ആ പള്ളിയിൽ കപ്പ്യാർ ആയിരിക്കുമായിരുന്നു. നോമ്പ് പാതി കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാനിത് പങ്കുവെച്ചത് നാം ആരെയും വില കുറച്ച് കാണാൻ പാടില്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. നമ്മോളം പഠിപ്പില്ലാത്തവരും കഴിവില്ലാത്തവർ എന്ന് നാം കരുതുന്നവർക്കും മറ്റു പല മേഖലകളിലും നമ്മളെക്കാൾ കഴിവുണ്ടായിരിക്കും. മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കുവാൻ കഴിയണം. അവൻ്റെ ടൈറ്റിലുകളെ നോക്കി സ്നേഹം നടിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് അവനെ അവനായി കണ്ട് ആ സഹജീവിയെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നത്. എവിടൊക്കെ നാം മനുഷ്യരെ വില കുറച്ച് കണ്ടുപോ, അവിടൊക്കെ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യത്തെയും വില കുറച്ച് കണ്ടതിൽ ആത്മാർത്ഥതയോടെ ഈ നാളുകളിൽ നാം പശ്ചാത്തപിക്കണം.